റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളായിരുന്നു. കേട്ടിട്ടുണ്ട്, പായസമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവിയും റസൂലുള്ളാഹിയും മാത്രം വീട്ടിലാണ്. ആ സമയത്ത് ആയിഷ ബീവി റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ അത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരാൾ അങ്ങോട്ട് വരരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, ഒരു സഹാബി പെൺകുട്ടി. അവരുടെ കയ്യിലൊരു മണ്ണിന്റെ പാത്രം ഉണ്ടായിരുന്നു. റസൂൽ ചോദിച്ചത് എന്താണ് മോളെ? അപ്പൊ അവര് പറഞ്ഞത് സൗദാ ബീവി തന്നതാണ്, പായസമാണ്. റസൂലിന്റെ മറ്റൊരു ഇണ, നമ്മുടെ മറ്റൊരു ഉമ്മയായ സൗദാ ബീവി കൊടുത്തയച്ചതാണ്. പക്ഷെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീവി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ പാത്രത്തില്? അപ്പൊ റസൂലുള്ള പറയുന്നത്, ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ. ചെറിയൊരു വിഷമമുണ്ടായി. കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിന്റെ ഊക്കില് ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി. അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ടിങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ റസൂൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ്. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്നേഹം.